ഹായ് ഡിയേഴ്സ്, അശ്വതി കെമിസ്ട്രിയിലോട്ട് അവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മോഡൽ എക്സാം കഴിഞ്ഞല്ലേ, ആദ്യത്തെ മോഡൽ എക്സാം കെമിസ്ട്രി തന്നെയാണ്. സോ എല്ലാവരും ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. സോ എനിവേ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് കുറിച്ച് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇപ്പൊ തൽക്കാലം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഏതെല്ലാം രീതിയിൽ അവയെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയെല്ലാം ആൻസേഴ്സ് എഴുതണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലൂടെ ഇനി വരാൻ പോകുന്ന മറ്റു എക്സാംസും അതുപോലെ തന്നെ പബ്ലിക് എക്സാമും നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് അപ്രോച്ച് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഓരോ ക്വസ്റ്റിനും എങ്ങനെയെല്ലാം ആൻസർ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ആദ്യത്തെ ചോദ്യം, ആദ്യം തന്നിട്ടുള്ള ആദ്യത്തെ 11 ചോദ്യം 2 മാർക്കിനാണ്. 8 എഴുതിയാൽ മതി എന്ന് ചോയ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കാഥോഡ് റേസിന്റെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് ഏതാനാണ്. അപ്പൊ 2 മാർക്കിനുള്ള ചോദ്യം കാഥോഡ് റേസിന്റെ 2 പ്രോപ്പർട്ടീസ് ഏതാനാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ എഴുതാം അല്ലെ. എന്തെല്ലാം എഴുതാം, ഒന്ന് സിമ്പിൾ ആയിട്ട് അങ്ങനെ തന്നെ എഴുതാം. കാഥോഡ് റേസ് സ്റ്റാർട്ട്സ് ഫ്രം കാഥോഡ് ആൻഡ് മൂവ്സ് ടുവാർഡ്സ് ദി ആനോഡ്. ഒരു പോയിന്റ് എഴുതാം. പിന്നെ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എഴുതാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ദീസ് റേസ് ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻസ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നു. ഇനി ഇതന്നെ എഴുതുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഏതെങ്കിലും 2 ഓക്കെ. ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റിനിൽ തന്നെ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, മെൻഷൻ ദി പ്രിൻസിപ്പിൾ വിച്ച് റെസ്ട്രിക്ട്സ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റൽ ആസ് 2 എന്നാണ് ചോദ്യം. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് എണ്ണം 2 ആണെന്ന് റെസ്ട്രിക്ട് ചെയ്ത പ്രിൻസിപ്പിൾ ഏതാണെന്നാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓഫ് ബാർ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് അറ്റോമിക് ഓർബിറ്റൽസിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറേ കിട്ടുള്ളൂ. ഹൺസ് റൂൾ ഉപയോഗിച്ച് ഇലക്ട്രോൺ പെയറിംഗ് നടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. നോ 2 ഇലക്ട്രോൺസ് ഇൻ എ ഗിവൺ ആറ്റം ഹാസ് ദി സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു ആറ്റത്തിലുള്ള ഏത് 2 ഇലക്ട്രോൺ എടുത്താലും അവരുടെ 4 ക്വാണ്ടം നമ്പർ സെയിം ആവില്ല എന്ന് പറഞ്ഞ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കാരണമാണ് ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്ന് വന്നത്. അപ്പൊ അതാണ് അതിന് ഉത്തരം. അതിന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആൻ ഓർബിറ്റൽ എന്നാണ്. The space or the region in a shell or in an atom where the probability of finding the electron is maximum is known as an orbital. ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ കാണാൻ സാധിക്കുന്ന മാക്സിമം പ്രോബബിലിറ്റി ഉള്ള ഒരു സ്ഥലത്തിന്, ആ ഒരു റീജിയന് പറയുന്ന പേരാണ് ഓർബിറ്റൽ. കാണാൻ സാധിക്കാത്ത റീജിയന് പറയുന്ന പേരാണ് നോഡ് അല്ലെ. അതൊക്കെ നമുക്ക് അറിഞ്ഞാൽ. അപ്പൊ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്താവുന്നതാണ്. 3, എക്സ്പ്ലെയിൻ sp3 ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഗിവ് ആൻ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് sp3 ഹൈബ്രിഡൈസേഷൻ? അപ്പൊ sp3 ഹൈബ്രിഡൈസേഷൻ എന്തെന്ന് എഴുതുന്നതിന് ഒരു മാർക്കും അതിനൊരു എക്സാമ്പിൾ എഴുതുന്നതിന് ഒരു മാർക്കും, അങ്ങനെയാണ് 2 മാർക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് sp3 ഹൈബ്രിഡൈസേഷൻ? ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദി ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ടു പ്രൊഡ്യൂസ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് അല്ലെ. അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഒരു ഇന്റർമിക്സിംഗിന് പറയുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. Then what is meant by sp3 hybridization? The intermixing of 1 s orbital and 3 p orbitals to produce 4 sp3 hybridized orbitals is known as sp3 hybridization അല്ലെ. ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും കൂടി ചേർന്ന് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അങ്ങനെ 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. അതാണ് ഒരു എക്സാമ്പിൾ. അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ ചെയ്ത് നമുക്ക് ആരിനൊക്കെ എഴുതാം? CH4 എഴുതാം, NH3 എഴുതാം, H2O എഴുതാം. നിങ്ങൾക്ക് ഏതാണോ ഓർമ്മ വന്നിരുന്നത് അത് നിങ്ങൾക്ക് എഴുതാവുന്നത് തന്നെയാണ്. 4ാമത്തെ ചോദ്യം അതേ ടോപ്പിക്കിൽ നിന്ന്, അതേ 4th ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് 4ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് H2O മോളിക്യൂൾ ഓൺ ദ ബേസിസ് ഓഫ് VSEPR തിയറി. സോ വാലൻഷ്യൽ തിയറി ഉപയോഗിച്ച് എഴുതാനായിട്ടാണ്. H2O ന്റെ മോളിക്കുലർ സ്ട്രക്ചർ നമുക്കറിയാം. ബെൻഡ് ഷേപ്പ് ആണ്, അഥവാ V ഷേപ്പ് ആണ്, ആംഗുലർ ഷേപ്പ് ആണ് അല്ലെ. ബട്ട് ആക്ച്വലി ഓക്സിജന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. sp3 ആണെങ്കിൽ ടെട്രാഹൈഡ്രൽ ഷേപ്പിൽ കാണപ്പെടണം, പക്ഷെ ഇവിടെ ബെൻഡ് ഷേപ്പിലാണ് കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബെൻഡ് ആണ്. അങ്ങനെ ബെൻഡ് ആവാനുള്ള കാരണം എന്താണ്? ആ ഓക്സിജനിലുള്ള 2 ലോൺ പെയേഴ്സ് അല്ലെ. സോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലോൺ പെയേഴ്സ്, അക്കോർഡിംഗ് ടു ദ VSEPR തിയറി, ലോൺ പെയർ റിപ്പൾഷൻ, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻസ് ആർ മോർ ദാൻ ബോണ്ട് പെയർ റിപ്പൾഷൻ അല്ലെ. അപ്പൊ ബോണ്ട് പെയർ തമ്മിലുള്ള റിപ്പൾഷനുകൾ കൂടുതലാണ് ലോൺ പെയറും തമ്മിലുള്ളതും ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ളതും. സോ അത്തരം റിപ്പൾഷൻസ് ഇവിടെ വന്നതുകൊണ്ടാണ് ടെട്രാഹൈഡ്രൽ ഫാഷനിൽ നിൽക്കേണ്ട sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആംഗുലർ ഷേപ്പിലോട്ട് വന്നത്, അഥവാ ബെൻഡ് ഷേപ്പിലോട്ട് വന്നിട്ടുള്ളത്. വിത്ത് എന്താണ് ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രി. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ.
അഞ്ചാമത്തെ ചോദ്യം എന്താണ്? ഡിഫൈൻ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞതാണ് അല്ലേ. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ആയാൽ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ആയാൽ റിഡക്ഷൻ. കഴിഞ്ഞ അത്ര തന്നെ. ഐഡന്റിഫൈ ദ ഓക്സിഡൈസിംഗ് ആൻഡ് റെഡ്യൂസിംഗ് ഏജന്റ് ദി ഫോളോവിംഗ് റിയാക്ഷൻ. ആ തന്ന റിയാക്ഷനിൽ ഓക്സിഡൈസിംഗ് ഏജന്റ് ആരാണ്, റെഡ്യൂസിംഗ് ഏജന്റ് ആരാണെന്നാണ്. അപ്പൊ അന്ന് റെഡ് ഓക്സിഡേഷന്റെ അടുത്തപ്പോൾ തന്നെ ഷാഡോ അക്കാഡമിയിലാണ് അപ്ലോഡ് ചെയ്തത് അല്ലെ. സോ അതിൽ പറഞ്ഞിട്ടുണ്ട്, എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഓക്സിഡേഷൻ നടക്കുന്നത് ആർക്കാണോ അയാൾക്ക് പറയുന്ന പേര് റെഡ്യൂസിംഗ് ഏജന്റ്, റിഡക്ഷൻ നടക്കുന്നത് ആർക്കാണോ അയാൾക്ക് പറയുന്ന പേര് ഓക്സിഡൈസിംഗ് ഏജന്റ്. സോ ഈ ഒരു റിയാക്ഷനിൽ സിങ്കിന് ഓക്സിഡേഷൻ നടന്നു അല്ലെ. കാണുമ്പോൾ തന്നെ അറിയാം സിങ്ക് 0 എന്നുള്ളത് 2+ ആയി. അപ്പൊ സിങ്കിന് ഓക്സിഡേഷൻ നടന്നു. അപ്പൊ സിങ്ക് ആണ് റെഡ്യൂസിംഗ് ഏജന്റ്. അതേപോലെ കോപ്പറിന് റിഡക്ഷൻ നടന്നു. സോ കോപ്പർ ആണ് ഓക്സിഡൈസിംഗ് ഏജന്റ്. സോ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ആറാമത്തെ എന്താണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോവിംഗ് ഈസ് ആൻ ഇലക്ട്രോൺ പ്രിസൈസ് കോവാലന്റ് ഹൈഡ്രൈഡ്. ഈ ബ്ലോക്ക് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, 14th ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് ആണ് ഇലക്ട്രോൺ പ്രിസൈസ് അല്ലെ. 13ാമത്തെ ഗ്രൂപ്പിലുള്ളവർ ഫോം ചെയ്യുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റും 15, 16, 17 ആൾക്കാർ ഫോം ചെയ്യുന്നത് ഇലക്ട്രോൺ റിച്ചുമാണ്. അപ്പൊ 14ാമത്തെ ഗ്രൂപ്പിൽ വന്നത് ആരാണ്, കാർബൺ ആണ്. സോ CH4 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, then what is Calgen? Direct question ആണ്. സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് അല്ലെ. സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് എല്ലാം ഫോർമുല ചെയ്താൽ Na6P6O18 ഫോർമുല വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഏഴാമത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, എസ് ബ്ലോക്കും പി ബ്ലോക്കും എടുക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു, ഇവിടെ മാച്ച് ദ ഫോളോവിംഗ് എന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് അല്ലെ. മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്നല്ല പറഞ്ഞത്. സത്യനാണ് അവരും ചോദിച്ചിട്ടുള്ളത്. സോ ക്യുക്ലൈൻ CaO എല്ലാവർക്കും അറിയാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഓപ്ഷൻ 8 S ആണ്. കാൽഷ്യം സൾഫേറ്റ് ഡോട്ട് ½ H2O ഹെമി ഹൈഡ്രേറ്റ് ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ വെറും CaSO4 കാൽഷ്യം സൾഫേറ്റ് മാത്രം. ഓപ്ഷൻ P. ആൻഡ് ജിപ്സമോ കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ്. അപ്പൊ CaSO4 ഡോട്ട് 2 H2O. സോ അതാണ് അതിന്റെ ആൻസർ വരിക. എട്ടാമത്തെ ചോദ്യം, ഡിസ്കസ് ദി സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് ഇൻ ഡൈബോറൈൻ മോളിക്യൂൾ എന്നാണ്. ഡൈബോറൈന്റെ സ്ട്രക്ചറും അതിന്റെ ബോണ്ടിങ് ഡിസ്കസ് ചെയ്യാൻ. ഡൈബോറൈൻ ഇമ്പോർട്ടന്റ് എപ്പോഴും പറയാറുള്ളത് തന്നെയാണ് അല്ലെ. അപ്പൊ എന്താണ് അതിന്റെ സ്ട്രക്ചർ വരിക, ബനാന ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് അല്ലെ. ബനാന ബോണ്ട് ഉള്ള ഒരാളാണ് നമ്മുടെ ഡൈബോറൈൻ എന്ന് പറയുന്നത്. അപ്പൊ ബനാന ബോണ്ട് ഉള്ള ആളാണ് നമ്മുടെ ഡൈബോറൈൻ. അപ്പൊ എന്റെ സ്ട്രക്ചർ അങ്ങനെ വരച്ചു വെച്ചിട്ട് ബനാന ബോണ്ടിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. എന്താണ്, 3 സെന്റേഡ് 2 ഇലക്ട്രോൺ അല്ലെ. 3 സെന്റേഡ് 2 ഇലക്ട്രോൺ ആണ് നമ്മുടെ ബനാന ബോണ്ട്. 3 സെന്ററും 2 ഇലക്ട്രോണും. 3 സെന്റേഡ് 2 ഇലക്ട്രോൺ ഉള്ള ആൾക്കാരാണ് ആര്, നമ്മുടെ ബനാന ബോണ്ട് ഉൾപ്പെടുന്ന ഡൈബോറൈൻ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. 9 റൈറ്റ്, ഐയുപാക് നെയിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ കോമ്പൗണ്ട് കാണുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധരിക്കാണ് ചെയ്യണം. എന്താണ് തന്നിട്ടുള്ളത്, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലെ. 1, 2, 3, 4 തന്നിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് O, ഇവിടെ H, ഇവിടെ Cl തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആക്ച്വലി എത്ര കാർബണേ ഉള്ളൂ എന്ന് നോക്കിക്കേ. 1, 2, 3 കാർബണേ ഉള്ളൂ അല്ലെ. 4, 5 കാർബൺ ഒന്നുമില്ല. 3 കാർബൺ. ആക്ച്വലി സ്ട്രക്ചർ എന്താണെന്ന് അറിയോ, ഈ സീനെ വെച്ച് അല്ല വേണ്ട, ഈ സീനെ വെച്ചിട്ട് കാണിച്ചു തരാം ഞാൻ. അപ്പൊ ആ സീനെ വരച്ചാല് അതിന് കൂടെ ഒരു ക്ലോറിൻ ഉണ്ടെന്ന് അർത്ഥം, അതിന്റെ കൂടെ ഒരു CH2 ഉണ്ടെന്ന് അർത്ഥം, അതിന്റെ കൂടെ പിന്നെ ഒരു C ഡബിൾ ബോണ്ട് OH ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ ഇതാണ് കോമ്പൗണ്ട്. കേട്ടല്ലോ, ഇതാണ് കോമ്പൗണ്ട്. അപ്പൊ CHO-നെയാണ് അവരിങ്ങനെ തന്നിട്ടുള്ളത്. 3 കാർബണേ ഉള്ളൂ. സോ CHO ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ക്ലോറിൻ അതിന് പ്രയോറിറ്റി കുറവാണ്. അപ്പൊ ഇവിടെ നമ്പറിംഗ് കൊടുത്താൽ 1, 2, 3. അപ്പൊ പേരെന്ത് വരും, 3 ക്ലോറോ പ്രൊപ്പനാൽ. 3 ക്ലോറോ പ്രൊപ്പനാൽ അതാണ് അതിന്റെ പേര്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, then draw the structure of pent3-2-ol. pent3-2-ol ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ വരയ്ക്കാൻ ഞാൻ ഇവിടെ താഴെ തന്നെ വരച്ച് കാണിക്കാം. സോ പെന്റ് ആണ്. അപ്പൊ 5 കാർബൺ. 5 കാർബൺ ആണ് വരയ്ക്കുക. 5 കാർബൺ വരച്ചാ 3-ല് ഈനും 2-ല് ഓളും. അപ്പൊ 2-ല് ഓള്, അപ്പൊ 2-ല് ഓളിനെ കൊണ്ടുവന്നു, അതായത് OH. 3-ല് ഈന്, അപ്പൊ 3-ല് ഡബിൾ ബോണ്ടിനെ കൊണ്ടുവന്നു. ബാക്കി ഹൈഡ്രജൻ ഫില്ലപ്പ് ചെയ്യാം. സോ കാർബൺ ബാലൻസ് നോക്കിയിട്ട് ഹൈഡ്രജൻ ഫില്ലപ്പ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വരിക. 3-2-ol. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണത്. 10 അറേഞ്ച് ദ ഫോളോയിങ് കാർബോകാറ്റോൺസ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ ആണ് ചോദിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലെ. ഹൈഡ്രോ കാർബൺസ് ഒക്കെ എടുത്തപ്പോ, ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ എടുത്തപ്പോ ഞാൻ വളരെ അത് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റിന്റെ കാര്യം എങ്ങനെയാണ് വരിക എന്നുള്ളത് അല്ലെ. മീഡിയൽ റാഡിക്കൽ, മീഡിയൽ കാർബോകാറ്റോൺ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഇതിലെ പ്രയോറിറ്റി സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ്, ടെർഷ്യറിക്കാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് വരിക, ആദ്യം മീഥൈൽ, അതിന് സ്റ്റെബിലിറ്റി കുറവാണ്. പ്രൈമറി, ഓക്കെ, അതിനേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതലാണ്
സെക്കൻഡറി. അതിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതലാണ് ടെർഷ്യറി. സോ ടെർഷ്യറിക്കാണ് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ. മീഥൈൽ കാർബോക്കേറ്റിനാണ് സ്റ്റെബിലിറ്റി ഏറ്റവും കുറവ്. സോ ഇതാണ് അതിന്റെ ഓർഡർ വരിക. Then name the factors which influence the stability of carbocations എന്നാണ്. കാർബോക്കേറ്റോണിന്റെ സ്റ്റെബിലിറ്റി ഇൻഫ്ലുവൻസ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്ലസ് ഐ എഫക്ട്, മൈനസ് ഐ എഫക്ട്, ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അല്ല, ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ദെൻ 11ാമത്തെ കാര്യം, മെൻഷൻ എനി ടു അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്. ഗ്രീൻ കെമിസ്ട്രി അപ്ലിക്കേഷൻ ആണ്, അതും ജനറൽ ആയിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എന്താണ്? ഇപ്പൊ ബ്ലീച്ചിങ് ആക്ഷൻ, ബ്ലീച്ചിങ് ഓഫ് പേപ്പർ, അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ 3 എഴുതാനിട്ടുണ്ട് ഗ്രീൻ കെമിസ്ട്രി ആപ്ലിക്കേഷൻ. അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ദി ടോക്സിസിറ്റി ഓഫ് കെമിക്കൽസ്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ്, അങ്ങനെയൊക്കെ നമുക്ക് തന്നെ എഴുതാവുന്നത് തന്നെയാണ്. ഒരു 2 മാർക്കിന് ചോദ്യമായതുകൊണ്ട് ഒരു 2 പോയിന്റുകൾ നിങ്ങൾ എഴുതി വെച്ചിരിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഫസ്റ്റ് പാർട്ട് നമുക്ക് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിലോട്ട് വരാം. അതൊക്കെ 3 മാർക്കിന് ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. 12ാമത്തെ ചോദ്യം ഞാൻ ഇപ്പൊ ചെയ്ത് കാണിക്കുന്നില്ല ഇനി. കാരണം ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ എടുത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഒരു റിവിഷൻ പ്രോഗ്രാം ചെയ്തപ്പോഴും ഞാൻ ഇതേ പ്രോബ്ലം കുറെ തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതോടൊപ്പം വീണ്ടും ചെയ്ത് കാണിക്കുന്നില്ല. എംപിരിക്കൽ ഫോർമുലയും മോൾക്കുലാർ ഫോർമുലയും കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡാണ്. ഇതേ പ്രോബ്ലം തന്നെ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇതിന് ആൻസർ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ കിട്ടും, അതിൽ പോയി കണ്ടോളൂ. ഇത് പറഞ്ഞ സമയം കളയുന്നില്ല. ഓക്കെ. അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം കേട്ടോ. 3 മാർക്കിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അത്. പിന്നെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കെമിസ്ട്രിയിൽ ഏതൊക്കെ ചാപ്റ്ററിന് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ് ഈ ഒരു കാര്യം ഫസ്റ്റ് ചാപ്റ്ററിന് അല്ലെ. അപ്പൊ നന്നായിട്ട് നോക്കി വെച്ചോളൂ. 13ാമത്തെ ചോദ്യം, ഡിസ്റ്റിംഗ്വിഷ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ എന്നാണ്. അതും ഡയറക്റ്റ് ആണ് അല്ലെ. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോൾവെന്റ് ഇൻ ലിറ്റർ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. മൊളാലിറ്റി ആണെങ്കിലോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. കഴിഞ്ഞു, ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് കഴിഞ്ഞു, അത്ര തന്നെ. എമംഗ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി വിച്ച് വൺ ഈസ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ്? ഇത് പ്ലസ് 2 എന്നുള്ള ചോദ്യമാണ്. ആക്ച്വലി നമ്മുടെ ബുക്കിൽ അങ്ങനെ ഡേറ്റ ആയിട്ട് തന്നിട്ടുണ്ടല്ലോ, പ്ലസ് 2 ബുക്കിൽ തന്നിട്ടുള്ള കാര്യമാണിത്. പക്ഷെ നമുക്ക് തന്നെ എഴുതാവുന്നതാണ് മൊളാരിറ്റി. മൊളാരിറ്റിയാണ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ്. കാരണം മൊളാരിറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. മൊളാലിറ്റിക്കാണെങ്കിൽ ഡിനോമിനേറ്റർ ആര് വരുന്നത്? മാസ് ഓഫ് സോൾവെന്റ്. സോ വോളിയം, മാസ്, ഇതിൽ ആരാണ് ടെമ്പറേച്ചർ ഡിപെൻഡ് ചെയ്തെന്ന് ചോദിച്ചാൽ വോളിയമാണ്. സോ വോളിയമാണ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ് ആയിട്ടുള്ളത്, അല്ലാണ്ട് മാസ് അല്ല. അപ്പൊ വോളിയം ഉൾപ്പെട്ടിട്ടുള്ള മൊളാരിറ്റിയാണ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ്. കേട്ടല്ലോ. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. പഠിച്ചു വെച്ചോളൂ. 14, വാട്ട് ആർ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്? എത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലേ. ഇത് സിമ്പിൾ ഒക്കെ തന്നെയാണ് കേട്ടോ, ഇല്ലാന്നൊന്നും പറയല. എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും കൂടി ചേർത്തി പറയുന്ന പേരാണ് എന്ത്? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അല്ലെ. ഗ്രൂപ്പ് 13 മുതൽ 17 വരെയുള്ള ആൾക്കാരും 1, 2 ഇവർക്ക് ചേർത്തി പറഞ്ഞ പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. വാട്ട് ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ഗിവ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഇതൊക്കെ കുറെ പറഞ്ഞതാണ് അല്ലെ. എന്നാൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് compounds or elements having same number of electrons അല്ലെ. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാർക്ക് പറഞ്ഞ പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡും നൈട്രജനും രണ്ടിലും 14 ഇലക്ട്രോൺസ് ഉണ്ട്. അല്ലെങ്കിൽ Na+, Mg2+, നിയോൺ, Al3+, ഇതിലൊക്കെ 10 ഇലക്ട്രോൺസ് വെച്ചിട്ടുണ്ട്. സാറ് വേണം നിങ്ങൾക്ക് എഴുതാം, ദാറ്റ്സ് യുവർ ചോയ്സ്. അപ്പൊ അതാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. ഓക്കെ. 15, ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ കുട്ടികളെ, ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ദി എനർജി liberated when an electron is gained by an isolated gaseous atom. ഓക്കെ. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റം ഒരു ഇലക്ട്രോൺ മേടിക്കുമ്പോൾ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന എനർജിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അല്ലെങ്കിൽ ദി എൻതാൽപ്പി ചേഞ്ച് അക്കമ്പനിയിങ് ദി ഗെയിനിങ് ഓഫ് ആൻ ഇലക്ട്രോൺ ബൈ ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം എന്ന് എഴുതാം. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം 1 മാർക്കിന്. അതിന്റെ 2ാമത്തെ ചോദ്യം നോക്കിക്കേ. ക്ലോറിൻ ഹാസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലൂറിൻ, എക്സ്പ്ലെയിൻ. ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് ഇത് അല്ലെ. ഇന്നലെയും കൂടി പറഞ്ഞിരുന്നു ഈ ചോദ്യം ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നിനെയും ക്ലോറിൻ ഫ്ലൂറിൻ വെച്ചിട്ട് അല്ലെങ്കിൽ സൾഫർ ഓക്സിജൻ വെച്ചിട്ട് ചോദിക്കുന്നു പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പൊ ക്ലോറിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിനേക്കാളും കൂടുതലാണ്. എന്തുകൊണ്ടെന്നാണ് ചോദ്യം? സിമ്പിൾ. ഫ്ലൂറിന് സൈസ് ചെറുതാണ്, 2 ഷെല്ലേ ഉള്ളൂ അല്ലേ, കെ ഷെല്ലും എൽ ഷെല്ലും. അപ്പൊ അത് മേടിക്കുന്ന ഇലക്ട്രോൺ എവിടേക്കാണ് വരാൻ പോകുന്നത്? എൽ ഷെല്ലിലോട്ട് വരാൻ പോകുന്നത്. എൽ ഷെല്ലിൽ ചെറിയൊരു ഷെല്ലാണ്, അതിൽ ഓൾറെഡി 7 ഇലക്ട്രോൺസ് ഉണ്ട്. പുതിയതായിട്ട് ഒരാളെ മേടിക്കുമ്പോൾ ആ പുതിയതായിട്ട് വരുന്ന ഇലക്ട്രോൺ ആ ബാക്കിയുള്ള 7 ഇലക്ട്രോണിലൂടെ നന്നായിട്ട് റിപ്പൾഷൻ ആവും
അല്ലെ. കാരണം ഷെല്ല് ചെറിയ ഷെല്ലിലാണ് ഓൾറെഡി 7 പേരുള്ളത്. 8ാമത്തെ ഇലക്ട്രോൺ അങ്ങ് വരുമ്പോൾ റിപ്പൾഷൻ കൂടും. പക്ഷെ ഫ്ലോറിന്റെ കാര്യത്തിലാണെങ്കിലോ എം എന്ന് പറഞ്ഞ 3ാമത്തെ ഷെല്ലിലോട്ടാണ് ഇലക്ട്രോൺ വരാൻ പോകുന്നത്. അപ്പൊ കമ്പയറിംഗ് ടു ദി എൽ ഷെൽ ഇൻ ഫ്ലോറിൻ, ക്ലോറിന്റെ എം ഷെൽ താരതമ്യേന കുറച്ചുകൂടി സൈസ് കൂടുതലുള്ള ആളാണ് അല്ലെ. അപ്പൊ അവിടെ ഉള്ള 7 ഇലക്ട്രോൺസ് അവിടെയും ഉണ്ടെങ്കിലും ആ 7 വരെ ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെയാണ് കാണപ്പെടുന്നത്. കാരണം എം ഷെൽ കുറച്ച് വലുതായതുകൊണ്ട്. അപ്പൊ പുതിയതായിട്ട് വരുന്ന 8ാമത്തെ ഇലക്ട്രോണിന് അത്രയ്ക്കൊന്നും റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല കമ്പയറിംഗ് ടു ഫ്ലോറിൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് ക്ലോറിന്റെ ഇലക്ട്രോണിക് എൻതാൽപ്പി ഫ്ലോറിന്റേതിനേക്കാളും മോർ നെഗറ്റീവ് ആയിട്ട് മാറിയത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ അതാണ് നമ്മുടെ 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 16 റൈറ്റ് ദി പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് എന്നാണ്. പോസ്റ്റ്ലേറ്റ്സ് എഴുതണം. 3 മാർക്കിന് ചോദ്യമായതുകൊണ്ട് നിങ്ങൾ ഒരു 6 പോയിന്റെങ്കിലും എഴുതി വെക്കണം. ഓക്കെ, എന്നാലും ഒന്നിന് ഒരു 1/2 മാർക്ക് വെച്ചിട്ടെങ്കിൽ നമുക്കൊരു 3 മാർക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ എഴുതാം? ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ലെ. ദേ ആർ ഇൻ റാൻഡം മോഷൻ. During their motion, they collide with each other and also collide with the walls of the container. There is no force of attraction between the gas molecules. The volume of the gas molecules is negligible compared to the total volume of the container. So points ഒക്കെ നമുക്ക് തന്നെ എഴുതാവുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. കൈനറ്റിക് തിയറിന്റെ പോസ്റ്റ്ലേറ്റ്സ് പഠിക്കണം ഞാൻ അന്ന് പറഞ്ഞിരുന്നു. +1 കെമിസ്ട്രിയിലെ പ്ലസ് പഠിക്കണോ, ഇന്ന ചാപ്റ്ററിൽ ഇന്നൊക്കെ നോക്കാന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് 5th ചാപ്റ്ററിൽ എടുത്ത് പറഞ്ഞ ടോപ്പിക് ഇട്ടുന്നുണ്ട് അല്ലെ. കൈനറ്റിക് തിയറിയിലുള്ള പോസ്റ്റ്ലേറ്റ്സ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതവർ അതേപോലെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 17ാമത്തെ ചോദ്യം നോക്കാം. 5th ചാപ്റ്ററിൽ നിന്നാണ് 17ാമത്തെ ചോദ്യവും. എ വെസൽ ഓഫ് 120 milliliter capacity contains a certain amount of gas at 35 degrees Celsius and 1.2 bar pressure. The gas is transferred to another vessel of volume 180 milliliter at 35 degrees Celsius. What would be its pressure എന്നാണ് ചോദ്യം. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എല്ലാവരും എന്ത് വിചാരിക്കും? പ്രഷറും വോളിയവും ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്, കമ്പൈൻഡ് ഗ്യാസ് ലോ ഉപയോഗിക്കാമെന്ന് വിചാരിക്കും. തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. 35 ഡിഗ്രി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബോയ്ൽസ് ലോ ആണ്. സോ അക്കോർഡിംഗ് ടു ബോയ്ൽസ് ലോ കുറെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല ബോയ്ൽസ് ലോന്റെ. അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ V1 is equal to P2 V2 അത്ര തന്നെ. അപ്പൊ ആദ്യം നമുക്കുള്ള വോളിയം V1 120 milliliter, പ്രഷർ 1.2. അപ്പൊ അതങ്ങനെ തന്നെ എടുക്കാം. സോ 1.2 into 120 is equal to രണ്ടാം തന്നിട്ടുള്ള പ്രഷറാണ് ചോദിച്ചിരിക്കുന്നത്, വോളിയം 180. അപ്പൊ ആ പ്രഷർ P2 തന്നെ കൊടുത്തിട്ട് വോളിയം 180 എന്ന് കൊടുത്താൽ നമുക്ക് P2 എങ്ങനെ വിളിക്കാം? P2 is equal to 1.2 into 120 divided by 180 ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ദി ആൻസർ. എങ്ങനെയാണ്? 0 വെട്ടും. 18 12 6 പോയി ഇവിടെ 2 ഇവിടെ 6 6 12 പോയി കഴിഞ്ഞാൽ ബാക്കി 2. അപ്പൊ 0.2 0.4 ബാർ എന്ന് വരും. 0.4 ബാർ എന്ന് വരും അല്ലെ. 2 കറക്റ്റ് തന്നെയാണ്. സോ 0.4 ബാർ എന്ന് വരും. സോ അതാണ് നമുക്ക് പ്രഷർ കിട്ടുക. അപ്പൊ പ്രഷർ എത്രയാണ്? 0.4 ബാർ ആയിട്ട് അങ്ങോട്ട് കുറഞ്ഞു. അപ്പൊ 120 milliliter എത്രയായിട്ട് മാറിയപ്പോൾ? 180 ആയിട്ട് മാറിയപ്പോൾ 1.2 ബാറിലുള്ള പ്രഷർ എത്രയായിട്ട് മാറി? 0.4 ആയിട്ട് മാറി. ഓക്കെ, അപ്പോ 24 18 40 32. ഓക്കെ, കാൽക്കുലേഷൻ അവിടെ മിസ്റ്റേക്ക് ഉണ്ടോ? 1.2 into 120 180 6 2 തവണ. ഓക്കെ, ഇവിടെ 3 വരിക കേട്ടോ. ഓക്കെ, എന്താ മിസ്റ്റേക്ക് വന്നെന്ന് എനിക്ക് തോന്നിയേനെ. അപ്പൊ 14 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 വരിക. അപ്പൊ ഇവിടെ 0.4 വരും. അപ്പൊ 0.8 ഭാഗമാണ് വരിക കേട്ടോ. സോറി, 0.8 ഭാഗമാണ് വരിക. ഓക്കെ, 0.8 ഭാഗമാണ് വരിക. അത് നോക്കണം. അപ്പൊ ഇതാണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, വിട്ടേക്കോ. സോ വാട്ട് ഈസ് ദി എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ്? ടെമ്പറേച്ചറിന്റെ എഫക്ട് എന്തെന്നാണ് ചോദ്യം. ഓഫ് കോഴ്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഡിക്രീസസ് ഡ്യൂ ടു ദി ഹയർ കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് ആ ഫ്ലൂയിഡ്സ് അല്ലെ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫ്ലൂയിഡ്സിന്റെ കൈനറ്റിക് എനർജി കൂടും. ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ വിസ്കസ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. വിസ്കോസിറ്റി അങ്ങോട്ട് കുറയും. റീസൺ ഒന്നും നിങ്ങൾ എഴുതേണ്ട, ഇത് മാത്രം എഴുതിയാൽ മതി. എന്താണ്? വാട്ട് ഈസ് ദി എഫക്ട് ആണ് ചോദ്യം. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഡിക്രീസസ് എന്ന് മാത്രം എഴുതിയാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. ആൻ എക്സാമ്പിൾ ഫോർ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന വൺസ് അഗൈൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡെൻസിറ്റി എന്ന ആൻസർ നമുക്കറിയാം അല്ലെ. മാസ്, വോളിയം, ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ മാസിനെ ഡിപെൻഡ് ചെയ്യുന്നതാണ്, എമൗണ്ടിനെ ഡിപെൻഡ് ചെയ്യുന്നതാണ്. സോ അതെല്ലാം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. സോ ഇന്റൻസീവ് ആയിട്ട് ആരാളുള്ളത്? അതുകൊണ്ട് ഡെൻസിറ്റി മാത്രമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ഫ്രം ദി ഫോളോവിംഗ് ഡാറ്റ യൂസിംഗ് ഹെസ്സസ് ലോ എന്നാണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ. അത് ഞാൻ ഒരിക്കൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇത് അല്ലെ. അതെ, ഇത് ചെയ്ത് കാണിച്ചിട്ട് ഞാൻ റിഡക്സ് ലൈസൻസ് എടുത്തപ്പോ അല്ലെ.
റെഡോക്സ് റിയാക്ഷൻസ് എടുത്തപ്പോൾ ഞാനിത് ചെയ്ത് കാണിച്ചു. സോറി, റെഡോക്സ് അല്ല, തെർമോഡൈനാമിക്സ് ഞാനിത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, തന്നിട്ടുള്ള റിയാക്ഷൻ എന്താണ്? C+O2 gives CO2 തന്നിട്ടുണ്ട്. അപ്പൊ റിയാക്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. C+O2 gives CO2 തന്നിട്ടുണ്ട്. അതിന്റെ ഡെൽറ്റ എച്ച് എത്ര തന്നിട്ടുള്ളത്? -393.5 kJ/mol. പിന്നെ തന്ന റിയാക്ഷൻ ഏതാണ്? CO plus half O2 gives CO2. അതെത്ര തന്നത്? -283 kJ/mol ആണ് തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് രണ്ട് റിയാക്ഷൻ തന്നിരിക്കുന്നത്. നമ്മളോടുള്ള ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് എന്ന് ചോദിച്ചാൽ ആ റിയാക്ഷൻ നമുക്കറിയണം. ആ റിയാക്ഷൻ എന്താണ്? C plus half O2 gives CO. ഇതാണ് നമുക്ക് വേണ്ട റിയാക്ഷൻ. അത് നിങ്ങൾ അറിയണം. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണെന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ഒരു മോൾ പ്രോഡക്റ്റ് കിട്ടണം, ആ റിയാക്ടൻസ് അതിന്റെ ബേസിക് സ്റ്റേറ്റിലായിരിക്കണം അല്ലെ, സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതാണ് നമുക്ക് റിയാക്ഷൻ. അപ്പൊ ഈ റിയാക്ഷൻ ഉണ്ടാക്കണം ഇവരിനെ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇവരിനെ ഉപയോഗിച്ച് നമ്മൾ ഇത് ഉണ്ടാക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് പ്രോഡക്റ്റ് സൈഡ് കാർബൺ മോണോക്സൈഡ് വരണമല്ലോ. അപ്പൊ ഇവിടെ റിയാക്ടൻസ് സൈഡിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടല്ലോ. അപ്പൊ ആ റിയാക്ഷൻ അങ്ങനെ തിരിച്ചെഴുതാം. അപ്പൊ ഈ റിയാക്ഷൻ തിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? CO2 gives CO plus half O2 എന്ന് വരും അല്ലെ പറയും? അതെ. അപ്പൊ റിയാക്ഷനെ തിരിച്ചെഴുതാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെൽറ്റ എച്ചിന്റെ സൈൻ മാറ്റണം. അപ്പൊ ഇതിന്റെ ഡെൽറ്റ എച്ച് -283 എന്നുള്ളത് 283 kJ/mol ആയിട്ട് മാറും. പിന്നെ റിയാക്ഷനെ റിവേഴ്സ് ചെയ്തു അല്ലെ. അപ്പോ റിയാക്ടൻസ് സൈഡ് സി വരണം, ഇവിടെ റിയാക്ടൻസ് സൈഡ് സി ഉണ്ട്. പ്രോഡക്റ്റ് സൈഡ് CO വരണം, ഇവിടെ പ്രോഡക്റ്റ് സൈഡ് CO ഉണ്ട്. അപ്പൊ ഈ രണ്ട് റിയാക്ഷനെ ആഡ് ചെയ്താൽ മതി. സോ അക്കോർഡിംഗ് ടു എസ്എസ് റിയാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് അതിന്റെ എൻതാൽപ്പീസിനെയും ആഡ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? C വരും, O2 വരും, CO2 വരും അല്ലെ. ഇവിടുത്തെ റിയാക്ടൻസ് സിയും O2, ഇവിടുത്തെ റിയാക്ടൻസ് CO2 എല്ലാവരും എഴുതി. ഗിവ്സ് പ്രോഡക്റ്റിൽ അവിടെ ആരൊക്കെ ഉണ്ട്? CO2 ഉണ്ട്, ഇവിടെ ആരൊക്കെ ഉണ്ട്? CO ഉണ്ട്, ഹാഫ് O2 ഉണ്ട്. വെട്ടാനുള്ളതിനൊക്കെ വെട്ടാം, ഒരേപോലെ രണ്ട് സൈഡ് ഉള്ളതിന് വെട്ടാം. അപ്പൊ CO2 പോയി, ഇവിടെ ഒരു O2, അവിടെ ഹാഫ് O2. അപ്പൊ അതിനെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ആയി വരും, ഇവിടെ ബാക്കി ഹാഫ് O2 എന്ന് വരും അല്ലെ. അതെ, ബാക്കി ആരൊക്കെ കിട്ടി? C plus half O2 gives CO എന്ന് കിട്ടി. ആ റിയാക്ഷനല്ലേ നമുക്കും വേണ്ടത്, കിട്ടി. അപ്പൊ അതേ റിയാക്ഷൻ കിട്ടി. അപ്പൊ ഇതും ആഡ് ചെയ്തിട്ടാണോ കിട്ടത്? അപ്പൊ ഇവന്റെ എന്താൽപ്പി കിട്ടാൻ ആ രണ്ട് എന്താൽപ്പിനെ ആഡ് ചെയ്താൽ മതി. സോ ഡെൽറ്റ H is equal to -393.5 plus 283 -110.5 kJ/mol എന്ന് വരും. അതാണ് നമ്മുടെ ആൻസർ. ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. 2 മാർക്കല്ല 3 മാർക്കാണ്. 2 മാർക്കിന് ചോദ്യം വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, 19ാമത്തെ ചോദ്യം അക്കൗണ്ട് ഫോർ ദി ഫോളോവിംഗ് എന്നാണ്. എല്ലാം 1 മാർക്കിന്റെയാണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കാര്യം ചെയ്താൽ മതി. അലൂമിനിയം ക്ലോറൈഡ് ക്യാൻ ആക്ട് ആസ് ലൂയിസ് ആസിഡ്. അലൂമിനിയം ക്ലോറൈഡ് ലൂയിസ് ആസിഡ് ആണെന്ന്. അപ്പൊ എന്താണ് ലൂയിസ് ആസിഡ് എന്ന് അറിഞ്ഞാൽ നമുക്ക് എഴുതാലോ. According to Lewis concept, acids are those compounds or substances which can accept a pair of electron. അല്ലെ, ഒരു ഇലക്ട്രോൺ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ലൂയിസ് ആസിഡ്. അപ്പൊ പറയാ ഇൻ അലൂമിനിയം ക്ലോറൈഡ്, അലൂമിനിയം ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ അല്ലെ. 8 ഇലക്ട്രോൺസ് ഇല്ല, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന 8 ഇലക്ട്രോൺസ് ഇല്ല, ഇലക്ട്രോൺ ഡെഫിഷ്യൻ. സോ അതുകൊണ്ട് അത് ഇലക്ട്രോൺ മേടിക്കുന്ന ടെൻഡൻസി ഉള്ള ആളാണ്. സോ അതുകൊണ്ട് അതൊരു ലൂയിസ് ആസിഡ് ആണ്. പണി പോയി അത്രയാണ്, വേറെ ഒന്നും എഴുതണ്ട. pH of ammonium chloride in water is less than 7. Ammonium chloride in water less than 7. അപ്പൊ അതെന്ത് എഴുതണം? നമ്മൾ 7ാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ. സോ വി നോ ദാറ്റ് ammonium chloride is a salt formed from a weak base ammonium hydroxide and a strong acid HCl. ഒരു വീക്ക് ബേസും സ്ട്രോങ് ആസിഡും കൂടി ചേർന്നിട്ടുള്ള ഒരു സാൾട്ടാണ് അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ആള്. അപ്പൊ ഈ അമോണിയം ക്ലോറൈഡ് നമ്മൾ വാട്ടറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ, അമോണിയം ക്ലോറൈഡിനെ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും, HCl ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് 2 ന്യൂട്രൺ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് 2 ന്യൂട്രനായിട്ട് മാറും. അല്ല, അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്, പക്ഷെ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ്. അപ്പൊ വീക്ക് ബേസ് പക്ഷെ സ്ട്രോങ് ആസിഡ്. അപ്പൊ അത് മൊത്തത്തിൽ എന്താവും? ഒരു അസിഡിക് നേച്ചറുള്ള ആളായിട്ട് മാറും. അങ്ങനെയാണ് pH 7 കുറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് അത്ര മാത്രം എഴുതിയാൽ മതി. Then addition of acetate ions to acetic acid decreases the concentration of hydrogen ions എന്നാണ്. അസറ്റേറ്റ് അയൺസിനെ അസറ്റിക് ആസിഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് H+ന്റെ കോൺസെൻട്രേഷനെ കുറയ്ക്കും എന്നാണ് പറയുന്നത്.
ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് അവിടെയും. CH3COO മൈനസ് ആണ് അസറ്റേറ്റ് അയൺ അല്ലെ. അപ്പൊ അസറ്റേറ്റ് അയൺ കിട്ടുമ്പോൾ അതൊരു വീക്ക് ആസിഡിൽ നിന്നും ഫോം ചെയ്ത സോൾട്ട് ആണ്. അസറ്റേറ്റ് അയൺ എന്ന് പറയുന്നത് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും കൂടി ചേർന്നിട്ട് കിട്ടുന്നതാണ്. അപ്പൊ എന്താണ് വീക്ക് ആസിഡ്? അത് അത്ര പെട്ടെന്ന് H+ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ല അല്ലെ. അത്ര പെട്ടെന്ന് H+ ആയിട്ട് മാറില്ല. അപ്പൊ അസറ്റേറ്റ് അയൺ നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ CH3COO മൈനസിനെ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ, അതായത് അസിറ്റിക് ആസിഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അല്ലെ, അസറ്റിക് ആസിഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ, അസിറ്റിക് ആസിഡ് ആണ് CH3COOH അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടുത്തെ H+ മേടിക്കും. എന്നിട്ട് അത് ഇങ്ങനെയായിട്ട് മാറും. ബാക്കി ആര് വരും? OH- വരും. അപ്പൊ ഇത് വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡാണ്, പക്ഷെ OH- സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ്. അപ്പൊ ഇവനിങ്ങനെ H+ലൂടെ ചെയ്യും. അങ്ങനെയാണ് H+ന്റെ കോൺസെൻട്രേഷൻ കുറയുന്നത്. കാരണം H+നൊക്കെ മേടിച്ചു നിർത്തി. സോ അതാണ് അവിടുത്തെ ആൻസർ വരിക, മൂന്നാമത്തെ സപ്പോസ്. ഓക്കെ, ഡയറക്റ്റ് ആണ് എല്ലാം. ഓക്കെ, 20ാമത്തെ ചോദ്യം നോക്കിയാൽ നെയിം ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ? നെയിം മാത്രം എഴുതിയാൽ മതി. അപ്പൊ 4 പേര് എഴുതിയാൽ മതി. കോമ്പിനേഷൻ, കോമ്പിനേഷൻ, ഡിസ്പ്രൊപ്പോർഷനേഷൻ, ഡിസ്പ്ലേസ്മെന്റ്. അതിൽ തന്നെ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെ. അപ്പൊ 4 പേര് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഡി. എന്റെ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ്? റൈറ്റ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് വെൻ സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ ഡൈല്യൂട്ട് HCl. ഇതൊക്കെ നമ്മൾ എപ്പോൾ തൊട്ട് പഠിക്കണമല്ലോ, 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. സിങ്കിനെ HCl ഇട്ട് കഴിഞ്ഞാൽ അതെന്താവും? സിങ്ക് ക്ലോറൈഡ് ആയിട്ട് മാറും വിത്ത് ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അല്ലെ. ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യപ്പെടും. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 21ാമത്തെ വാട്ട് ഈസ് ടെമ്പററി ഹാർഡ്നെസ് എന്നാണ് ചോദ്യം അല്ലെ. അപ്പോ 1 മാർക്കും ചോദ്യമാണ്. അപ്പൊ എന്താണ് മാത്രം എഴുതിയാൽ മതി. ദി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് സോളബിൾ സാൾട്ട്സ് ഓഫ് കാൽഷ്യം ഓർ മെഗ്നീഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്സ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ്സ്. കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റ്സിന്റെ പ്രസൻസ് മൂലമുണ്ടാവുന്ന ഹാർഡ്നെസ് ആണ് ടെമ്പററി ഹാർഡ്നെസ്. കഴിഞ്ഞു. സജസ്റ്റ് 2 മെത്തേഡ്സ് ഫോർ ദ റിമൂവൽ ഓഫ് ടെമ്പററി ഹാർഡ്നെസ് ആണ്. 2 മാർക്കിനാണ്. അപ്പൊ പേര് എഴുതിയാൽ മാത്രം പോരാ, അതിന്റെ കാര്യം കൂടി നിങ്ങൾ എഴുതണം. അപ്പൊ എന്ത് എഴുതുക? ഒന്ന് ബോയിലിംഗ് എഴുതി വെക്കുക, അതേപോലെ ക്ലാർക്സ് മെത്തേഡും കൂടി എഴുതി വെക്കുക. അപ്പൊ 2 എഴുതി വെച്ചാൽ മതി. എന്താണെന്നുള്ളത് കൂടി ഒന്ന് എഴുതണം കേട്ടോ. കാരണം 2 മാർക്കിനല്ലേ. പേര് മാത്രം എഴുതിയാൽ ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലോ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ബോയിലിംഗ് എഴുതിയാൽ അതിന്റെ റിയാക്ഷൻ എഴുതി വെക്കുക, ക്ലാർക്സ് മെത്തേഡ് എഴുതിയിട്ട് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുന്നതുപോലെ റിയാക്ഷൻ കൂടി എഴുതി വെക്കാം. ദാറ്റ്സ് ഓൾ. 22 റൈറ്റ് മേജർ ആൻഡ് മൈനർ പ്രോഡക്ട്സ് ഫോംഡ് ഇൻ ദ ഫോളോവിംഗ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ പ്രോഡക്ട്സ് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ബോർഡ് മായ്ക്കണം. ഓക്കെ, നമുക്ക് ബോർഡിൽ മായ്ക്കാം. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണല്ലേ. അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കിയാൽ ഏതാണ് മെക്കാനിസം എന്നാണ് ചോദിക്കാം. നമുക്കറിയാം മാർക്കോണിക്കോഫ് റൂള് ഒരു ആൽക്കീനിലോട്ട് അല്ലെ, ഒരു ഡബിൾ ബോണ്ടല്ല അല്ലെങ്കിൽ ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലോട്ട് ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരാൾ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അതെന്താണ്? മാർക്കോണിക്കോഫ് റൂൾ തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പീൻ ആണ് തന്നിട്ടുള്ളത്. CH3 CH ഡബിൾ ബോണ്ട് CH2നെ HBr റിയാക്ട് ചെയ്യിപ്പിച്ചു. മേജർ ആൻഡ് മൈനർ പ്രോഡക്റ്റ് ആണ്. ഇവിടെ നമുക്ക് ആരും തന്നിട്ടില്ല. അപ്പൊ ജസ്റ്റ് മാർക്കോണിക്കോഫ് റൂൾ മാത്രമാണ്. ഓക്കെ, മേജർ പ്രോഡക്റ്റ് എന്ത് വരും? CH3 CH CH3 Br. ഇതാണ് മേജർ അല്ലെ. ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണോട്ട് ഹൈഡ്രജൻ പോയി, മറ്റെവിടേക്ക് ബ്രോമിൻ പോയി. മൈനർ പ്രോഡക്റ്റ് എന്ത് വരും? CH3 CH2 CH2 Br അല്ലെ. ഇതാണ് മൈനർ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. ഹൈഡ്രോ കാർബൺസ് ഒക്കെ എടുത്തപ്പോ ഇതൊക്കെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ, സോ റൈറ്റ് ദ റൂൾ വിച്ച് ഗവേൺസ്. ഏതാണ്? മാർക്കോണിക്കോഫ് റൂൾ. ഓക്കെ, അത്ര തന്നെ. വേണമെങ്കിൽ ആ റൂളും കൂടി എന്തെന്ന് എഴുതി വെച്ചോളൂ. 1 മാർക്കിന് ചോദ്യമാണ്, അല്ലെങ്കിൽ എഴുതി വെച്ചോളൂ. ദി പോസിറ്റീവ് പാർട്ട് ഓഫ് ദ adenine goes to that carbon which bears more number of hydrogen atoms and the negative part of the adenine goes to that carbon which bears less number of hydrogen atoms അല്ലെ. അത് എഴുതി വെച്ചോളൂ. 23ാമത്തെ ചോദ്യം ഡിഫൈൻ ദി ഫോളോവിംഗ് ടേംസ് എന്നാണ്. ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞു ഇതൊക്കെ ചോദിക്കുന്നു അല്ലെ. എൻവയോൺമെന്റ് കെമിസ്ട്രി ഇതൊക്കെ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗ്രീൻ ഹൗസ് എഫക്റ്റ് നമുക്കറിയാം. ദി ട്രാപ്പിംഗ് ഓഫ് സൺലൈറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ നിയർ ദി സർഫസ് ഓഫ് ദി എർത്ത് അല്ല. എർത്തിന്റെ സർഫസിൽ ആ സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്ത് നിർത്തുന്നത് മൂലം എർത്തിനെ ജീവികൾക്ക് ജീവിക്കാൻ പറ്റുന്നത് പോലെയുള്ള ഒരു വാമായിട്ടുള്ള ഒരു നോർമൽ വാമായിട്ടുള്ള ഒരു റീജിയനാക്കി മാറ്റുന്നു. അങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഹെൽപ്പ് ചെയ്ത് നിർത്തുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ്. നമുക്ക് എഴുതാം. ഇതൊക്കെ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് represents the amount of organic matter
പ്രസന്റ് ഇൻ എ വാട്ടർ ബോഡി അല്ലെ, ഒരു വാട്ടർ ബോഡിയിലുള്ള ഓർഗാനിക് കോമ്പൗണ്ടിന്റെ എമൗണ്ടിനെയാണ് ഇത് കാണിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്, ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ദം ഫോർ ദ ഡീകമ്പോസിഷൻ. ആ ഓർഗാനിക് മാറ്ററിന്റെ ഡീകമ്പോസിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഓക്സിജന്റെ അളവ്, ബയോളജിക്കൽ അവർ ഉപയോഗിക്കുന്ന ഓക്സിജൻ അളവ്, അതാണ് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നറിയപ്പെടുന്ന BOD. ദെൻ യൂട്രോഫിക്കേഷൻ എന്താണ്? നമുക്കറിയാം, ബോട്ടണി ബയോളജി സ്റ്റുഡൻസ് ആണ് കുറച്ച് ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ടാവും. നമ്മുടെ വാട്ടർ ബോഡീസിലൊക്കെ ഗ്രീൻ ആൽഗ അങ്ങനെ വളർന്നു വരുന്നത് അല്ലെ, അങ്ങനെ ഗ്രീൻ ആൽഗ വളർന്നു വരുന്നതാണ് എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാം 1 മാർക്കിന് ചോദിച്ചിരിക്കാം. അപ്പൊ ജസ്റ്റ് എന്താണെന്ന് മാത്രം ഒന്ന് എന്ത് ചെയ്താൽ മതി, എഴുതി വെച്ചാൽ മതിയാവുന്നതാണ്. ഓക്കെ, ഡേ ഞാൻ അടുത്തോട്ട് വരാം. തേർഡ് പാർട്ടിലോട്ട് 4 മാർക്കിന് ചോദ്യങ്ങൾ 7 എണ്ണം തന്നിട്ടുണ്ട്, അല്ല 8 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ 5 എണ്ണം എഴുതിയാൽ മതി. എഗെയിൻ 3 ചോയ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. 24 അതിൽ 1 ഡിസ്കസ് ദി പോസ്റ്റ്ലേസ് ഓഫ് ബോർ മോഡൽ. 3 മാർക്കാണ്, ഒരു 6 പോയിന്റെങ്കിലും എഴുതി വെച്ചിരിക്കണം നിങ്ങൾ. ഓക്കെ, വൺസ് അഗെയിൻ 9ാം ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിച്ചിട്ട് വന്ന കാര്യമാണ് ഇത്, ബോർ മോഡലിന്റെ കാര്യം. ഓക്കെ, അവിടെ പഠിച്ച പോസ്റ്റ്ലേസ് ഒക്കെ എഴുതാം, പക്ഷെ ഓർമ്മയില്ലെങ്കിലും കുഴപ്പമൊന്നും ഇതൊക്കെ പണ്ട് പഠിച്ചതാണ്. പക്ഷെ +1 സെക്കൻഡ് ചാപ്റ്ററിലുള്ള കുറച്ചെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും. എന്തൊക്കെയാണ്? ആറ്റംസ് കണ്ടെയ്ൻസ് ന്യൂക്ലിയസ് അറ്റ് ദി സെന്റർ. ഇറ്റ് ഹാസ് ഷെൽസ് നെയിംലി KLMN. Electrons are revolving around the shell in fixed orbits. Revolving around the nucleus in fixed orbits. Then energy of an electron remains constant in a particular shell. It makes a transition from one shell to another shell by absorbing energy, or from a higher energy level to lower energy level by releasing energy. The angular momentum of an electron in an orbit is an integral multiple of h/2π. ഇങ്ങനെയൊക്കെ നമുക്ക് അതിൽ അറിയുന്നതൊക്കെ എഴുതാം. പിന്നെ എനർജി, ഓർബിറ്റൽസിന്റെ വെലോസിറ്റി, ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി, ഓർബിറ്റൽസിന്റെ റേഡിയസ്, അങ്ങനെ ഒരു 6 പോയിന്റ്സ് എഴുതാം. 3 മാർക്കിനായിട്ടുള്ള ഒരു 6 പോയിന്റുകൾ എഴുതി വെച്ചാൽ കുറച്ച് നന്നായിരിക്കും. 6 തന്നെ എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ 6 എഴുതിയാൽ കുറച്ചുകൂടി സേഫ് എന്ന് പറഞ്ഞത് മാത്രം. ഓക്കെ, ദെൻ രണ്ടാമത്തത് യൂസിങ് SPDF നൊട്ടേഷൻ എന്നാണ്. ഇന്നലെയും ഇത് കുറെ പറഞ്ഞതാണ്. n = 2 l = 1 നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കറിയാം. SPDF 4 സബ്ഷെല്ലിന്റെ അസിമെട്രിക് കോൺ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 0, 1, 2, 3 അല്ലെ. അപ്പൊ ഇതാണ് അസിമെട്രിക് കോൺ നമ്പർ. 2 ആണ് n, 1 ആണ് n എങ്കിൽ അത് 2p ഓർബിറ്റൽ. 3യും 2യും തന്നാലോ 3d ഓർബിറ്റൽ. കഴിഞ്ഞു, അത്രയാണ്. ഒന്ന് 2p, ഒന്ന് 3d. അര 1 മാർക്ക് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഓക്കെ, റെപ്രസെന്റ് ദി മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് N2 മോളിക്യൂൾ. 2 മാർക്കിനുള്ള ചോദ്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ. എങ്ങനെ എഴുതും? നൈട്രജൻ മോളിക്യൂളാണ്. സോ നൈട്രജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ മൊത്തം 14 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതൊക്കെ എത്ര പറഞ്ഞാണല്ലേ, നിങ്ങൾക്ക് എത്ര 4ാം ചാപ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ σ1s2, σ*1s2, σ2s2, σ*2s2. നൈട്രജൻ ആണ്. അപ്പൊ അടുത്തത് π2px ആണ് വരിക. സോ π2px = π2py. ഇവിടെ 2 അവിടെ മൊത്തം എത്ര എണ്ണമായി? 2, 4, 6, 8, 10, 12 എണ്ണമായി. അടുത്തത് σ2pz, അവിടെ 2 എണ്ണം. സോ 12, 2, 14 ഇലക്ട്രോൺസ് ആയി. ഇതാണ് വരിക. ഓക്കെ, അപ്പൊ 2, 4, 6, 8, 10, 12, 14 ഇലക്ട്രോൺസ് ആയി. ഇതാണ് നൈട്രജന്റെ MO ഡയഗ്രാം വരുന്നത്. Then differentiate intermolecular and intramolecular hydrogen bonding with the suitable examples. ഇതും ഇന്നലെ പഠിക്കാൻ വിട്ട ടോപ്പിക്ക് തന്നെയാണ്. എന്താണ്? ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായാൽ, ഒരു മോളിക്യൂളും വേറെ മോളിക്യൂളിനും ഇടയിൽ, ഫോർ എക്സാമ്പിൾ HF അല്ലെങ്കിൽ H2 അല്ലെങ്കിൽ HCl NH3 ഇങ്ങനെ ഡിഫറെന്റ് മോളിക്യൂൾസിന്റെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായാൽ അത് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതേ ഒരു മോളിക്യൂളിന് ഉള്ളിൽ തന്നെ വന്നാൽ അത് ഇൻട്രാ മോളിക്കുലർ അല്ലെ. ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ള തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഡെഫിനേഷൻ എഴുതിയിട്ട് ഒരു എക്സാമ്പിളും എഴുതി കാണിക്കാവുന്നത് തന്നെയാണ്. ഓക്കെ, ഇൻട്രാ മോളിക്കുലർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആരെ വരച്ച് കാണിക്കാം? ബെൻസീൻ റിങ്ങുകൾ ഒരാൾ വരച്ച് കാണിക്കാം. ഓക്കെ, OH ഉണ്ട്, ഇവിടെ ഒരു C ഡബിൾ ബോണ്ട് OH വരച്ചാല് അവർക്കിടയിൽ ആ ഓക്കും OH-നും ഇടയിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് മതി. ദാറ്റ്സ് ഓൾ. ഒരു ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റം ഹൈഡ്രജൻ വരണമെന്നല്ലേ ഉള്ളൂ. ഓക്കെ, അത്ര തന്നെ. 26 എന്താ ചോദിച്ചിരിക്കുന്നവര്? സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് റൈറ്റ് ഇസ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ. ദി എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. കഴിഞ്ഞു. ദി എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. ഒരു മാർക്ക് കിട്ടി. ദെൻ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എക്സ്പ്രഷൻ എന്താണ്? U is equal to Q plus W. കഴിഞ്ഞു, 2 മാർക്ക് കിട്ടി. കഴിഞ്ഞു എന്നർത്ഥം. കഴിഞ്ഞു, അത്ര തന്നെ. കഴിഞ്ഞു. അപ്പൊ സ്റ്റേറ്റും ചെയ്ത് ഇക്വേഷൻ എഴുതി 2 മാർക്ക്. ഡിഫൈൻ ഗിബ്സ് എനർജി അല്ലെ. ഗിബ്സ് എനർജി എന്താണ്? യൂഷ്വലി തെർമോഡൈനാമിക് പ്രോസസ്സസ് നടക്കുന്ന കോൺസ്റ്റന്റ് പ്രഷറിലാണ് അല്ലെ. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന
ഒരു റിയാക്ഷനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ടേമാണ്, ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് ഗിബ്സ് എനർജി അല്ലേ. സോ ഗിബ്സ് എനർജി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ തെർമോഡൈനാമിക് പ്രോസസ് occurring at constant pressure in terms of the enthalpy change and entropy change അല്ലേ. എൻതാൽപി ചേഞ്ചും എൻട്രോപ്പി ചേഞ്ചും ഉപയോഗിച്ചാണ് ഗിബ്സ് എനർജി നമ്മൾ കണ്ടുപിടിക്കുകയാണല്ലോ. കാരണം മൂന്നാമത്തെ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ദ റിലേഷൻ ബിറ്റ്വീൻ ഗിബ്സ് എനർജി ചേഞ്ച് എൻട്രോപ്പി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗിബ്സ് എനർജി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ. അപ്പൊ എൻതാൽപി ഗിബ്സ് എനർജി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എൻതാൽപിനെയും എൻട്രോപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അത്ര തന്നെ. അതാണ് കുറിച്ച് എഴുതാനായിട്ട്. അപ്പൊ 4 മാർക്ക് അതിന് വളരെ സുലഭമായിട്ട് നേടാവുന്നത് തന്നെയാവുന്നു. ഓക്കെ, 27 പോവാം. സ്റ്റേറ്റ് ലേഷ്യർലെസ് പ്രിൻസിപ്പൾ. അഗൈൻ 7ാം ചാപ്റ്റർ എടുത്ത് പറഞ്ഞതാണ്. ലേഷ്യർലെസ് പ്രിൻസിപ്പൾ അത്രത്തോളം చాలా ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്റ്റേറ്റ് ചെയ്യാനാണ് ചോദിച്ചത്. എന്താണ് സ്റ്റേറ്റ് ചെയ്യുക? If the pressure, temperature or concentration of a system at equilibrium is changed or disturbed, the system will readjust itself in order to nullify the effect and attain a new state of equilibrium. So that is what's known as the Le-Chatelier's principle. Athane. Okay, next question 2 noka. Dihydrogen gas is obtained from natural gas by partial oxidation with steam as per following endothermic reaction. അതാണ് ശ്രദ്ധിക്കേണ്ടത്. as per the following endothermic reaction. അപ്പൊ അവര് തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു endothermic റിയാക്ഷൻ ആണെന്ന് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നിട്ടുള്ള റിയാക്ഷൻ നോക്കിക്കേ. CH4 plus H2 CO plus 3H2. റൈറ്റ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ KP. ആ റിയാക്ഷന്റെ KPയുടെ ഇക്വേഷൻ എഴുതാനായിട്ടാണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ ഡയറക്റ്റ് തന്നെയാണ്. അപ്പൊ എന്താണ് KPയുടെ ഇക്വേഷൻ? KP is equal to pressure of CO into pressure of H2Q divided by pressure of CH4 into pressure of H2O. കാരണം KP ആണ് ചോദിച്ചത്. അപ്പൊ അവിടെ കൊണ്ടിട്ട് കോൺസെൻട്രേഷൻ എഴുതിക്കാൻ പാടില്ല, പ്രഷർ വെച്ചിട്ട് തന്നെ എഴുതണം കേട്ടല്ലോ. ഇതാണ് അതിന്റെ KP വരിക. ഡിസ്ക്രൈബ് ദി എഫക്ട് ഓഫ് ദി ഫോളോവിംഗ് ഇൻ ദി ഇക്വിലിബ്രിയം എന്നാണ്. പ്രഷർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രഷർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റിയാക്ഷനില് റിയാക്ടന്റ് സൈഡില് 2 ഗ്യാസും പ്രോഡക്റ്റ് സൈഡിൽ 4 ഗ്യാസുമാണ് ഉള്ളത് അല്ലേ. അപ്പൊ നമുക്കറിയാം പ്രഷർ കൂട്ടിയാൽ ഗ്യാസിന്റെ എണ്ണം കുറയുന്ന ഡയറക്ഷനിൽ റിയാക്ഷൻ ക്യാരി ചെയ്യും. അപ്പോൾ ഗ്യാസിന്റെ എണ്ണം കുറയുന്നത് എങ്ങോട്ടേക്കാണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് അല്ലേ. കാരണം ഫോർവേഡ് നടക്കുമ്പോൾ 2 എന്നുള്ള ഗ്യാസ് 4 ആവും. അപ്പൊ ബാക്ക്വേർഡ് നടക്കുമ്പോഴാണ് 4 എന്നുള്ള ഗ്യാസ് 2 ആവുക. സോ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നു. ഓക്കെ, ദെൻ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴോ അതിനെ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. സോ ഒരു എൻഡോതെർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടക്കും അല്ലെ. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അത്ര തന്നെ കഴിഞ്ഞു. 28 എന്താണ്? ഡിസ്ക്രൈബ് ദി സോൾവേ പ്രോസസ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് സോഡിയം കാർബണേറ്റ്. എഗെയിൻ ഞാൻ എടുത്തു പറഞ്ഞു, സോൾവേ പ്രോസസ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്, സാധാരണ ചോദിക്കുന്നത് തന്നെയാണ്. അപ്പൊ 4 സ്റ്റെപ്പ് അങ്ങ് എഴുതി വയ്ക്കുക. 2 മാർക്കാണല്ലോ. അപ്പൊ 4 സ്റ്റെപ്പ് എഴുതി വയ്ക്കുക. എന്തൊക്കെ എഴുതും? അമോണിയനെ വാട്ടറും കാർബണൈസറും കൂടി ചേർത്തി അമോണിയം കാർബണേറ്റ് ആയി. അമോണിയം കാർബണേറ്റ് വീണ്ടും വാട്ടറും കാർബണൈസറിനും കൂടി ചേർന്ന് അമോണിയം ബൈകാർബണേറ്റ് ആയി. അമോണിയം ബൈകാർബണേറ്റിനെ സോഡിയം ക്ലോറൈഡിനോട് ചേർത്തുമ്പോൾ അത് സോഡിയം ബൈകാർബണേറ്റ് ആയി. ആ സോഡിയം ബൈകാർബണേറ്റ് ചൂടാക്കുമ്പോൾ അത് സോഡിയം കാർബണേറ്റ് ആയിട്ട് മാറി, വാഷിംഗ് സോഡ ആയിട്ട് മാറി. അത്ര തന്നെ. അപ്പോ ആ 4 സ്റ്റെപ്സും എഴുതി വയ്ക്കാം, വേറെ വഴിയില്ല. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ബെർലിയം ഷോസ് അനോമലസ് ബിഹേവിയർ. എന്താണ് റീസൺ എന്നാണ്. 2 മാർക്കിന് ചോദിച്ചു. അപ്പൊ ഒരു 3-4 പോയിന്റ്സ് എഴുതാം. 1 സ്മോൾ സൈസ് ആണ്, അത് എഴുതാം. 2 അയനൈസേഷൻ എനർജി വളരെ കൂടുതലാണ്. 3 ഡി ഓർബിറ്റൽസ് അതിനില്ല. അതുകൊണ്ട് ബാലൻസ് 4നേക്കാളും എന്ത് ചെയ്യില്ല, എക്സ്റ്റെൻഡ് ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ ചാർജ് ടു മാസ് റേഷ്യോ കൂടുതലാണ്. അങ്ങനെ 3-4 പോയിന്റ്സ് ഒന്ന് എഴുതി വെച്ചാൽ മതി. അനോമലസ് ബിഹേവിയറിന്റെ റീസൺ ആണ് ചോദിച്ചാൽ, അല്ലെങ്കിൽ അനോമലസ് ബിഹേവിയർ എന്ത് നല്ല ചോദ്യം. സോ ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആൻസർ. ഓക്കെ, ഡി. അപ്പൊ 28 ചോദ്യം നമ്മൾ അങ്ങനെ ഫില്ലപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 29ാമത്തെ ചോദ്യത്തിലോട് നമുക്ക് അങ്ങനെ ഇറക്കാം. വാട്ട് ഈസ് ബോറാക്സ് ബീഡ് ടെസ്റ്റ്? എഗെയിൻ ഡയറക്റ്റ് ചോദിച്ചത് തന്നെയാണ് അല്ലെ. എന്താണ്? നമ്മൾ ബോറാക്സിനെ ചൂടാക്കുമ്പോൾ ആദ്യം എന്തായിട്ട് മാറും? സോഡിയം മെറ്റാബോറേറ്റ് ആയിട്ട് മാറും അല്ലെ. ആ വാട്ടർ മോളിക്യൂൾ കൂടി എക്സ്പെൽ ചെയ്ത് പോകും, അല്ലെങ്കിൽ എവാപ്പറേറ്റ് ചെയ്ത് പോകും, ബാക്കി സോഡിയം മെറ്റാബോറേറ്റ് ആയിട്ട് മാറും. അതിനെ വീണ്ടും ചൂടായി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ബോറാക്സ് ബീഡ് ആയിട്ട് മാറും അല്ലെ. ബോറാക്സ് ബീഡാവും. ഈ ബോറാക്സ് ബീഡിന് ഉള്ള മെറ്റൽ അനുസരിച്ച് ഓരോന്നിനും ഓരോ കളർ കിട്ടും. സോ അതാണ് ബോറാക്സ് ബീഡ് ടെസ്റ്റ്. അപ്പോ ആ കളർ വ്യത്യാസം വെച്ച് നമുക്ക് ഏത് മെറ്റലാണ് ഉള്ളതെന്ന് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
CCl4 cannot be hydrolyzed by water. Why എന്നാണ്. അത് ഒരു മാർക്കിന് ചോദ്യമാണ്. അപ്പൊ അത്രമാത്രം എഴുതിയാൽ മതി. കാർബണിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ആ വാട്ടറിലുള്ള ഓക്സിജന്റെ ലോൺ പെയറിനെ സ്വീകരിക്കാനുള്ള ഓർബിറ്റൽസ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് കാർബൺ ടെട്രാക്ലോറൈഡിന് എന്ത് ചെയ്യാൻ സാധിക്കാത്തത്? ഹൈഡ്രോളൈസ് ചെയ്യിക്കാനായിട്ട് സാധിക്കാത്തത്. സോ കാർബൺ cannot accommodate the lone pair of electrons from the oxygen atom of water. അതാണ് അതിന്റെ റീസൺ. കാർബൺ ഡയോക്സൈഡ് ഇസ് എ ഗ്യാസ് ബട്ട് സിലിക്കൺ ഡയോക്സൈഡ് ഇസ് എ സോളിഡ്. എക്സ്പ്ലെയിൻ ആണ് ചോദ്യം. അതും ഒരു മാർക്കിനാണ്. അപ്പൊ പറയാ സിലിക്കൺ ഡയോക്സൈഡ് ഒരു 3 ഡയമെൻഷനൽ നെറ്റ്വർക്ക് ആയിട്ടാണ് കാണപ്പെടുക അല്ലെ. ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ കണ്ടിട്ടുണ്ട്. SiO എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഡയമെൻഷൻ നെറ്റ്വർക്ക് പോലെ ഫിഗർ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ സിലിക്കൺ ഡയോക്സൈഡ് ഒരു 3 ഡയമെൻഷനൽ നെറ്റ്വർക്ക് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നത്. പക്ഷെ കാർബൺ ഡയോക്സൈഡിന്റെ ഇടയിൽ അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ആയിട്ടുള്ള ബോണ്ടിങ് ഇല്ലാത്തതുകൊണ്ട് അത് ഗ്യാസ് ആയിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ റീസൺ. 30ാമത്തെ ചോദ്യം എന്താണ്? നെയിം എ മെത്തേഡ് യൂസ്ഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഒരു മാർക്കിന് ചോദ്യം. നെയിം മാത്രം എഴുതിയാൽ മതി. ജെൽദാസ് മെത്തേഡ് എഴുതാം അല്ലെങ്കിൽ ഡ്യൂമാസ് മെത്തേഡ് എഴുതാം. നിങ്ങളുടെ ചോയ്സ്. ഹൗ വിൽ യു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് ക്ലോറിൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്? 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. എന്താണ്? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് അല്ലെ. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉപയോഗിച്ചാണ് സൾഫർ, ഹാലജൻസ്, നൈട്രജൻ ഇവരൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ക്ലോറിൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിലോട്ട് നമ്മൾ നൈട്രിക് ആസിഡിനെ ആഡ് ചെയ്യും along with സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്യും. So a presence of or the formation of a white precipitate soluble in ammonium hydroxide confirms the presence of chlorine അല്ലെ. അപ്പോ സിൽവർ നൈട്രേറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വൈറ്റ് precipitate ഉണ്ടാവുന്നു. അത് സൊളുബിൾ ആവുന്ന അമോണിയം ഹൈഡ്രോക്സൈഡിൽ. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ക്ലോറിൻ ഉണ്ടെന്നാണ് അർത്ഥം. കഴിഞ്ഞു. സെക്കൻഡ് മെത്തേഡ് യൂസ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ക്ലോറോഫോം അനിലിൻ. ക്ലോറോഫോം അനിലിൻ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? എഗെയിൻ ഡയറക്റ്റ് ആണ്. ഡിസ്റ്റിലേഷൻ. ദാറ്റ്സ് ഓൾ. ഡിസ്റ്റിലേഷൻ ഏരിയ മാത്രം മതി. കഴിഞ്ഞു. അപ്പൊ നമുക്ക് ലാസ്റ്റിലോട്ട് വരാം. 31ാമത്തെ ചോദ്യം. ഡിസ്കസ് ദി ഹക്കിൾ തിയറി. സോ ഹക്കിൾ തിയറി ഓഫ് അരോമാറ്റിസിറ്റി ചോദിച്ചത് ഹൈഡ്രോ കാർബൺ സൾഫർ ഞാൻ വെച്ച് വലിച്ച് കാണിച്ചു തന്നിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ പോയിന്റ്സ് ഒക്കെ ഇത് എന്തൊക്കെയാണ്? 4n+2 പൈ ഇലക്ട്രോൺസ് വേണം. റിംഗഡ് സ്ട്രക്ചർ ആയിരിക്കണം. ഓൾട്ടർനേറ്റീവ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഉണ്ടാവണം. അപ്പൊ ഈ കാര്യമൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എഴുതി കാണിക്കാം. 2 മാർക്കാണ്. അപ്പൊ ഒന്ന് എഴുതി കാണിച്ചാൽ മതി. Then draw the Soho's projection formula for the eclipse and staggered conformations of ethane. Again 2 മാർക്കിന്. അപ്പൊ അത് മാത്രം വരച്ചാൽ മതി. സോഹോസ് ന്യൂമാനൊക്കെ ഒരുപാട് വരച്ച് കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. അതും ഈതേൻ മുഴുവൻ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പ്രോബ്ലം അതേപോലെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസമില്ല. അപ്പൊ ജസ്റ്റ് അതൊന്ന് വരച്ച് കാണിച്ചാൽ തന്നെ മതിയാകും. ഇപ്പൊ ഞാൻ വെറുതെ വരക്കണമെന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണത് തന്നെയാണ് ആ ഒരു ആൻസർ എന്ന് പറയുന്നത്. സോ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പൊ സോഹോസ് ചോദിച്ചു. അപ്പൊ വേണമെങ്കിൽ അടുത്ത എക്സാമിന് ന്യൂമാൻ കൂടി ഒന്ന് പ്രതീക്ഷിച്ചു വെച്ചോളൂ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 31 ക്വസ്റ്റ്യൻസ് ആയി ചോദിച്ചിട്ടുള്ളത്. സോ എല്ലാവർക്കും എല്ലാ ആൻസറും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും എക്സാം ഏതെങ്കിലും രീതിക്ക് കുറച്ച് നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയിടാണ്ട. നാളേക്കുള്ള മാത്സും മലയാളത്തിനൊക്കെ വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ ബാക്കിയുള്ള എക്സാം ഇതിനേക്കാളും നന്നായിട്ട് എല്ലാവരും എഴുതാൻ നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. അതുപോലെ പബ്ലിക് എക്സാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കട്ടെ. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.